ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതം വളരെ വേഗത്തിൽ കടന്നുപോകുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ പലരും പല ബന്ധങ്ങളും മനഃപൂർവ്വമോ അല്ലാതെയോ മറന്നു പോകുന്നു. അങ്ങനെ ഒരു ബന്ധമാണോ നമുക്ക് ക്രിസ്തുവുമായി ഉള്ളതെന്ന് ഒന്ന് ചിന്തിക്കാം. ഒരിക്കൽ നമ്മളുടെ ഹൃദയം അവന് വേണ്ടി തുറന്നു. എന്നാൽ ഇന്ന് എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും, എൻ്റെ ഉള്ളിൽ എൻ്റെ യേശു ഉണ്ട് എന്ന്? ഒരിക്കൽ ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു. ആ നാളുകളിൽ അവനാൽ നമ്മളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞിരുന്നു. അവനാൽ നമ്മളുടെ ഉള്ളിൽ സമാധാനം നിറഞ്ഞിരുന്നു. പക്ഷേ ജീവിതത്തിലെ തിരക്കുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം അവനെ നമ്മളിൽ നിന്ന് അകറ്റി. നമ്മളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ അവൻ്റെ മുന്നിൽ അടഞ്ഞു. എന്നാലും അവൻ പോയില്ല. അവൻ നമ്മളെ മറന്നില്ല. നമ്മളുടെ ക്രിസ്തു നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. വീണ്ടും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാനായി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുകയാണ്. ഇന്ന് ആ വാതിലിനപ്പുറം നിന്നുകൊണ്ട് യേശു ചോദിക്കുന്നു, മകനെ, മകളെ, നീ കേൾക്കുന്നുവോ? അഡോണായ റോഹി ജൂനിയർ ചർച്ചിലെ കുട്ടികൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അവൻ ഇന്നും നമ്മളുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്നുവെന്ന്. യേശു നമ്മളെ എങ്ങനെ വിളിക്കുന്നുവെന്ന്, നമ്മളിൽ പലരും ആ വിളിക്ക് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന്, അവൻ്റെ സ്നേഹം എത്ര അതിരുകളില്ലാത്തതാണെന്ന്. ഇന്ന് ഒരു ഫ്രൈഡേ മോർണിംഗ് ആണ്. ജോണും കുടുംബവും ചർച്ചിലേക്ക് പോകാനുള്ള തിരക്കിലും. ആ തിരക്കിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടില്ലല്ലോ. നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു ഹറിബറി ഫ്രൈഡേ മോർണിംഗ്. ജോൺ ഗൾഫിൽ ജനിച്ചു വളർന്ന, മലയാളം കുറച്ചു മാത്രം അറിയുന്ന ഒരു ബിസിനസ്സുകാരൻ. വിവാഹം കഴിച്ചിരിക്കുന്നത് വളരെ കർക്കശക്കാരിയായ മേരിയെ. അവർക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൻ സാം, രണ്ടാമത്തെ മകൾ ലീന, ഏറ്റവും ഇളയത് ക്രിസ്റ്റി. കൂടാതെ അവരോടൊപ്പം ജോണിൻ്റെ അമ്മച്ചിയുമുണ്ട്. നമുക്ക് അവരറിയാതെ അവരുടെ അപ്പാർട്ട്മെൻറ്റിലെ ലിവിംഗ് റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതെ, എല്ലാരും എന്തെടുക്കുവാ? സമയം 8:30 ആയി. ചർച്ച് 9 o'clock തുടങ്ങുന്നേ. വേഗമാകട്ടെ. എടി മേരി, എൻ്റെ ബൈബിൾ എവിടെയാ? ഞാൻ അവിടെ വെച്ചതാ, ഇപ്പൊ കാണുന്നില്ല. എന്തുവാണ് ജോനെ ഒച്ച വെക്കുന്നേ? ആരെങ്കിലും കേട്ടാൽ എന്തു വിചാരിക്കും? അമ്മച്ചി, എൻ്റെ ബൈബിൾ കാണുന്നില്ല. ആഹാ, അത് നിന്റെ ബൈബിളായിരുന്നോ? അതിലെ പോകുന്നത് കണ്ടായിരുന്നു. നീ ചർച്ചിൽ ചെല്ലാൻ ലേറ്റ് ആകുമെന്ന് ഓർത്ത് നേരത്തെ പോയതായിരിക്കും. നിനക്ക് നാണുണ്ടോ ജോനെ? നിന്റെ മക്കള് കേട്ടാൽ എന്തു വിചാരിക്കും? അവർ നിന്നേക്കാൾ ബെറ്റർ ആണല്ലോ. അതെങ്ങനെയാ? ഫ്രൈഡേ ചർച്ച് കഴിഞ്ഞ് വന്നാല് പിന്നെ ബൈബിൾ നിനക്ക് വേണ്ടാലോ. കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കില്ല, വീക്ക്ലിയുള്ള സെൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യില്ല, പിന്നെ നാട്ടുകാരെ കാണിക്കാനായി ചർച്ചിൽ മാത്രം പോകും. മക്കൾ നിന്നെ കണ്ട പഠിക്കുന്നത് എന്ന് ഓർക്കണം. എൻ്റെ അമ്മച്ചി, അഡ്വൈസ് പിന്നെ മതി. ബൈബിൾ കണ്ടെങ്കിൽ അത് പറ. ഇറ്റ്സ് 8:30 ഓൾറെഡി. ലേറ്റ് ആയാൽ പാസ്റ്റർ എനിക്ക് പണി തരും. ഞാനെങ്ങും കണ്ടില്ല. നീ നിന്റെ റൂമിൽ എടുത്തു വെച്ച ബൈബിൾ ഞാൻ എങ്ങനെ കാണാനാ? നീ നിന്റെ പെണ്ണമ്പലയോട് ചോദിക്കുക. അതല്ലേ ഞാനും ചെയ്ത്. Then you had to give me all this advice. ചാൻസ് ഒന്നും കളയണ്ട. ഉപദേശിച്ചിട്ട് കാര്യമുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ നന്നായനെ. അപ്പാ പോയല്ലേ, എനിക്കൊരു പിക്ക് എടുത്ത് തന്നിട്ട് പോ. എൻ്റെ സെൽഫി ഒന്നും ശരിയാവുന്നില്ല. എനിക്ക് ഇൻസ്റ്റയിൽ എൻ്റെ ചർച്ച് ലുക്ക് പോസ്റ്റ് ചെയ്യാനാ. ലീന, ഇതെന്തുവാടി? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചർച്ച് നിന്റെ ഫാഷൻ ഷോ കാണിക്കാൻ സ്ഥലമല്ല. ഓ പിന്നെ, അമ്മ മേക്കപ്പും നല്ല ഡ്രസ്സും ഇടാതല്ലേ ചർച്ചിൽ പോകുന്നേ. അമ്മയ്ക്ക് പുതിയ ഡ്രസ്സ് ചർച്ചിൽ ഇട്ട് കാണിക്കാനല്ലേ ഇത്ര ഇൻട്രസ്റ്റ്? മമ്മ, ഞാൻ ഇന്ന് ഈ ടോയ് ചർച്ചിൽ കൊണ്ടുപോകട്ടെ? വേണ്ട, അതെല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. ഇല്ല മമ്മ, പ്രോമിസ്. ഞാൻ സൗണ്ട് ഉണ്ടാക്കില്ല, സൈലന്റ് ആയിട്ട് കളിച്ചോളാം. ഐ എം റെഡി. നിങ്ങൾ റെഡിയാണോ? സാം എവിടെയാ? അവൻ എവിടെയോ ഉണ്ട്. നിങ്ങൾ കേട്ടോ ക്രിസ്റ്റി പറയുന്നത്? അവൻ ഈ ടോയ് കാർ ചർച്ചിൽ കൊണ്ടുപോകണമെന്ന്. Let him take, but no disturbance to others. കേട്ടോ ക്രിസ്റ്റി? ക്രിസ്റ്റി, ചർച്ചിലാണോടാ ടോയ് കൊണ്ടുപോകുന്നേ? ചർച്ചിൽ നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ പോകുന്നേ?
കളിക്കാനല്ലല്ലോ. അത് അവിടെ വെക്ക്. കൊച്ചു എന്തെങ്കിലും പൊട്ടത്തരം പറയും. അത് കേൾക്കാനും ഒക്കെ പറയാനും ഒരു അപ്പനും അമ്മയും. കഷ്ടം. അമ്മ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമുണ്ടോ? ഇത്രയും നേരം നീ എന്തോ ചെയ്ത്? പോകാൻ ടൈം ആയപ്പോൾ ഹി വാണ്ട്സ് ബ്രേക്ക്ഫാസ്റ്റ്? ഗോ ഗെറ്റ് ഇൻ ദ കാർ. ഐ എം ടെല്ലിങ് എവറി വൺ, ഞാൻ 5 minutes വെയിറ്റ് ചെയ്യും. പാസ്റ്ററുടെ വായിൽ കേട്ട് മടുത്തു. പുള്ളി എന്നെ കുറ്റം പറയാൻ നോക്കിയിരിക്കുക. മനുഷ്യ, ഞാൻ ഒന്ന് റെഡി ആയിക്കോട്ടെ. ഒരു 10 minute ടൈം എനിക്ക് താ. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി 40 years വെയിറ്റ് ചെയ്തു. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു 10 minutes വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? നിങ്ങൾക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പോയാൽ മതി. എനിക്ക് അങ്ങനെയാണോ? കുക്കിംഗ് കഴിഞ്ഞിട്ട് വേണ്ടേ ഞാൻ റെഡി ആവാൻ? എൻ്റെ കഷ്ടപ്പാട് കാണാൻ ആരുമില്ലല്ലോ. ഓ മേരി, 10 അല്ല 15 minutes ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്ക് സമാധാനം വേണം. പാസ്റ്റർ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കാം. അതാണ് എളുപ്പം. അമ്മച്ചി റെഡിയാണോ? എല്ലാവരും എല്ലാം എടുത്തോ? ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു കം ബാക്ക്. ഒന്ന് പോടാ ചെറുക്ക, ഞാൻ എപ്പോഴേ റെഡിയാ. എല്ലാവരും വാ, ഞാൻ റെഡിയാ. ദിസ് ഫാസ്റ്റ്? ദൈവമേ സ്തോത്രം. എടി, നീ മുടി ചീവിയില്ലേ? അത് ഞാൻ വണ്ടിയിലിരുന്ന് ശരിയാക്കിക്കോളാം. ഇനി ഞാൻ കാരണം ആരും ലേറ്റ് ആകണ്ട. ഓക്കെ, എല്ലാവരും വേഗം വാ. അപ്പാ വെയിറ്റ്, ഒരു ഫാമിലി സെൽഫി എടുത്താലോ? ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആ, അടിപൊളി. എല്ലാവരും എല്ലാം എടുത്തല്ലോ അല്ലേ? ബൈബിളും ഓഫറിങ്ങും. ഒന്നോടെ നോക്കിക്കേ. ഓഫറിങ്സ് ഒക്കെ ഡിജിറ്റൽ പേയ്മെന്റ് ആക്കിയാൽ ബെറ്റർ ആണ്. ശരിയാ, അത് നല്ലതാ. ഇനി അതിന്റെ കുറവോടെ ഉള്ളൂ. ഇന്നെങ്കിലും സമയത്ത് ചർച്ചിൽ ചെല്ലാൻ പറ്റുമല്ലോ. സ്തോത്രം. എന്നാ വാ, ഇറങ്ങാം. അപ്പാ, കാർ ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ? പ്ലേ സ്റ്റേഷൻ ഗെയിമിൽ ഞാൻ നല്ലപോലെ ഓട്ടിക്കും. എവിടെയും കൊണ്ട് ഞാൻ പോയി ക്രാഷ് ആക്കില്ല. ആണോ? ഗുഡ്. ബട്ട് ഐ വിൽ ഗിവ് യു വൺസ് യു ആർ ഓൾഡ് ഇനഫ് ടു ഡ്രൈവ്. നീ ഇപ്പോൾ ഗെയിമിൽ ഡ്രൈവ് ചെയ്താൽ മതി. നമുക്ക് കാറിൽ പോകുമ്പോൾ ഒരു പാട്ട് പാടിയാലോ? എനിക്ക് FBയിൽ ലൈവ് പോവാനാ. ഞാൻ ഇല്ലേ, ലൈവ് ഒന്നും വേണ്ട. ലെറ്റ്സ് ജസ്റ്റ് സിംഗ് എ സോങ്.